കലയെയും കലാകാരനെയും വേർതിരിച്ചു കാണണോ? തീർച്ചയായും ആ ചോദ്യം എപ്പോഴും വരും. അതോടൊപ്പം വേറെയും ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നമ്മളിവിടെ ശരിക്കും എന്താണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത്? ഈ സിനിമ ഡൗൺ സിൻഡ്രോം പോലൊരു വിഷയം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന സിനിമയുടെ ഒരു നല്ല ഉദ്ദേശത്തെയും അതിന്റെ സന്ദേശത്തെയുമാണോ? അതോ ഈ നടൻ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ സിനിമ കോപ്പിയാണെന്ന ആരോപണം, ഇതിനെയാണോ? വേർതിരിച്ചു കാണലെന്ന് പറയുന്നത് അത് പ്രായോഗികമായി എത്രത്തോളം നടക്കും? അതൊരു നല്ല ചോദ്യമാണ്. കാരണം പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നടന്റെ ഒരു പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ അയാളെ പറ്റിയുള്ള വിവാദങ്ങൾ അതൊക്കെ സിനിമ കാണുമ്പോൾ സ്വാധീനിക്കില്ലേ? സ്വാധീനിക്കും, തീർച്ചയായും സ്വാധീനിക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായതുകൊണ്ട് ഒരാൾ പൊതുസമൂഹത്തിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് അയാളുടെ വർക്കിനെയും ബാധിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? പ്രധാന വെല്ലുവിളി ഈ ബഹിഷ്കരണാഹ്വാനങ്ങൾ കാരണം സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കഥ, അതായത് ഈ 16 ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളുടെ കഥ, അവരുടെ പോരാട്ടം, ഉൾക്കൊള്ളലിന്റെ സന്ദേശം, അതൊക്കെ ആളുകളിലേക്ക് എത്താതെ പോകുമോ എന്നതാണ്. ശരിയാണ്, ആ ഒരു വിഷയം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതെ. പിന്നെ ഈ ജനക്കൂട്ടത്തിന്റെ ഒരു വൈകാരിക പ്രതികരണമുണ്ടല്ലോ, മോബ് മൊമെന്റം എന്ന് പറയില്ലേ, അതിനനുസരിച്ച് പ്രതികരിക്കുന്നതും കാര്യങ്ങൾ കുറച്ചുകൂടി ആലോചിച്ച് സംയമനത്തോടെ ചർച്ച ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതും ഇവിടെ പ്രധാനമാണ്. ശരിയാണ്. അതുപോലെ തന്നെ സിനിമയുടെ ഉള്ളടക്കത്തെ വിമർശിക്കുന്നത്, ഇപ്പോ ഈ മോഷണ ആരോപണം പോലെ, അതെ, അതും സിനിമ ഇറങ്ങുന്നതിനു മുൻപേ രാഷ്ട്രീയ കാരണം പറഞ്ഞ് മൊത്തത്തിൽ വേണ്ടെന്ന് വെക്കുന്നതും രണ്ടും രണ്ടാണ്. തീർച്ചയായും.